ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടാകുമല്ലോ. ജീവിതം എന്ന് പറയുന്നത് ഇച്ചിരി പിടിയോളം ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതകരവും സുന്ദരവും ഗംഭീരവുമായ ഒരു മഹാസംഭവമാണ്. മജീദേ, ഒന്ന് എത്രയാടാ? ഒന്ന് രണ്ട് നദികൾ സമ്മേളിച്ച് കുറച്ചും കൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ടൊന്നുകൾ ഒരുമിച്ച് ചേരുമ്പോ കുറച്ചും കൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്നായി തീർന്ന്. മാഷ ഒന്നും കൂട്ടിയ ഇമ്മണി വലിയ ഒന്ന്. ഓറ് വലിയ അരിശക്കാരനാണ്. ഓർക്ക് വേറെ ഓളും കുട്ടികളും എല്ലാം ഉണ്ട്. ഞാൻ വീട്ടിൽ വന്ന് നിർബന്ധിച്ച് കണക്ക് പറഞ്ഞ് എന്റെ ഓഹരി വാങ്ങിക്കണെന്ന് എന്നും പറയൂ. എനിക്ക് അനിയത്തിമാരില്ലേ, ഞാൻ എന്താ ചെയ്യാ? ഞാൻ വിസമ്മതം പറഞ്ഞ അപ്പോഴേക്കും എന്നെ അടിക്കൂ. ഒരിക്കൽ എന്റെ നാഭിക്ക് തൊയിച്ചു. ഞാൻ കമഴ്ന്നടിച്ച് വീണുപോയി. അന്നെന്റെ പല്ല അടർന്നതാ. ഇതാ നോക്കിയാ. ഞാൻ ആടെ ചെന്നിട്ട് ഇതേവരെ പശി അടങ്ങിയ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു നിമിഷ നേരമെങ്കിലും മനസ്സമാധാനം അനുഭവിച്ചിട്ടില്ല. ഞാനൊരു ഭാര്യയല്ല, വേലക്കാരി. കൂലിക്ക് തൊണ്ട് തല്ലിക്കൊടുത്ത് ഞാൻ പണം ഉണ്ടാക്കണം. എന്റെ ആട് പെരട്ടി. അപ്പൊ നമുക്ക് കാണാം ആട് പെറ്റിട്ട് വേണോ പെരിയങ്ങ് നന്നാക്കേ. നമ്മുടെ കൊച്ചിനീലാണ്ടേ ആനക്കാരനെ കുത്തിക്കൊന്നിട്ട് പോലീസ് മൂരാച്ചികളെ കുത്താനോടിച്ച്. അത് നമ്മളെന്നപ്പാ. ഒന്ന് മിണ്ടാണ്ടിരിക്കട എട്ടുകാലി മമ്മൂഞ്ഞെ. സത്യം പറയടാ തോമാ. യജമാൻ ഇഷ്ടം പോലെ തല്ലുകയെ കൊല്ലുകയെ ചെയ്യും. അതിയാന് വയസ്സായി, കരുണ കാണിക്കണം. പെമ്പറങ്ങോത്തിക്ക് തളർവാദമാ. 7 പെൺമക്കളാണ് കെട്ടിച്ചു വിടാനുള്ളത്. യജമാന് വേണമെങ്കിൽ എന്റെ നാവിലാണി അടിച്ചോ. കർത്താവായ യേശുമിശിഹാ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്ക് എന്തിനാ പൊൻകുരിശ്? എന്റെ പേര് സുന്ദരി എന്നല്ല, കുഞ്ഞിപ്പാത്തുമ്മ. കണ്ണട്ട കടിച്ചും കെട്ടിയോളും ഉണ്ടായിരുന്നു. ഒന്നെന്നെ കടിച്ചു. ചോര മുഴുവനും കുടിച്ചു കളഞ്ഞ്. എന്റെ ചോര മുഴുവനും കുടിച്ച് വീർത്ത കണ്ണട്ടേനാ വരാല് വെട്ടി വീങ്ങി. ഇതില് നീക്കോലിയും കരാമിയും ഉണ്ട്. അറിയാമോ ഒരു രഹസ്യം? കേശവൻ നായര് ഇവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പാണ് കഴിഞ്ഞ കൊല്ലത്തിൽ ഷറപറാന്ന് എനിക്ക് 3 വിവാഹാലോചനകൾ വന്നു. 3 പ്രാവശ്യവും ഞാനങ്ങ് സന്തോഷിച്ചു കേട്ടോ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളുടെ കൂടെയുള്ള ദാമ്പത്യ ജീവിതത്തിലെ സുഖമോർത്തല്ല, ഈ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുമല്ലോ എന്ന് കരുതി. എന്നാ 3ഉം തകർന്നു പോയി. സ്ത്രീധനം കൊടുക്കാതെ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് എന്നെ ആര് കെട്ടിക്കൊണ്ടു പോകാനാ? അത് എന്റെ കുറ്റം കൊണ്ടാണെന്നാണ് ചിറ്റമ്മയും അപ്പച്ചനും പറയുന്നത്. തോട്ടത്തിനൊക്കെ എനിക്കാ കുറ്റം.